എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യ ഹൃദയം മാറ്റിവെക്കുന്നത് നേപ്പാളുകാരി ദുർഗയ്ക്ക്. മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിന്റെ ഹൃദയമാണ് ദുർഗയ്ക്ക് മാറ്റിവെക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഷിബുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അപകടത്തെ തുടർന്നാണ് ഷിബു അവിടെ എത്തിയത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയത്. മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഹൃദയവുമായി ഡോക്ടർമാരുടെ സംഘം ഉടൻ പുറപ്പെടുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രിയുണ്ട്, കൊച്ചിയിൽ നിന്ന് വിനയരാജുണ്ട്. തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകാം. സൂര്യ, അവിടുന്ന് പുറപ്പെട്ടോ? കാളിദാസ്, എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ആംബുലൻസ് വഴി ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ഹൃദയം അത് ഗ്രൗണ്ടിലേക്ക് എയർ ആംബുലൻസിന്റെ അരികിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമാണ് എയർ ആംബുലൻസ് ഇവിടെ നിന്ന് തിരിക്കുക. അതിന്റെ അവസാന ഘട്ട ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം തന്നെ ഹൃദയം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ പ്രത്യേകത ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്ത് ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ നേരത്തെയൊക്കെ ഹൃദയങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ നിന്നൊക്കെയാണ് ഹൃദയം കൊണ്ടുപോകുന്നതും അത് പിന്നീട് ശസ്ത്രക്രിയ നടക്കുകയും ഒക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. അതിന്റെ എല്ലാവിധ സൂക്ഷ്മതയും ക്രമീകരണങ്ങളും ഇങ്ങനെ പരിശോധിക്കുകയാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് മസ്തിഷ്ക മരണം സംഭവിച്ച് ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ ഹൃദയം അത് എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നത്. അപകടം സംഭവിച്ചാണ് ഷിബുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് ചികിത്സയിൽ ഇരിക്കെ തന്നെ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഹൃദയം മാത്രമല്ല, മറ്റ് ചർമ്മം, അതുപോലെ തന്നെ കണ്ണുകൾ, വൃക്ക ഉൾപ്പെടെയുള്ളവ, കരൾ ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ മറ്റുള്ളവർക്ക് നൽകുന്നുണ്ട്. ഷിബുവിന്റെ കുടുംബം എടുത്ത ആ ഒരു സമ്മതം, അല്ലെങ്കിൽ അത്തരത്തിൽ അവയവങ്ങൾ നൽകാം എന്നത് എടുത്ത ഒരു കാര്യം അത് അഭിനന്ദനാർഹം തന്നെയാണ്. എന്തായാലും അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൃദയം ലഭിക്കുന്നത് നേപ്പാൾ സ്വദേശിനിയായിട്ടുള്ള ദുർഗ യാമിനിക്കാണ്. 11:30 എയർ ആംബുലൻസ് എത്തിക്കും എന്നുള്ളതാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ശസ്ത്രക്രിയ കഴിയാൻ എടുത്ത ഒരു താമസമാണ് ഈ ഒരു ലാഗ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 11:40 തന്നെ എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എയർ ആംബുലൻസ് പുറപ്പെടാൻ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഈ ശസ്ത്രക്രിയ കഴിയാൻ താമസിച്ചു. അതിനാലാണ് പെട്ടെന്ന് തന്നെ എല്ലാ ക്ലിയറൻസും ഉറപ്പാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എയർ ആംബുലൻസ് എത്തിക്കാനുള്ള നടപടികൾ അത് ദ്രുത വേഗത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നാണ് ഗ്രൗണ്ട് ശരിയാക്കുകയും എയർ ആംബുലൻസിന് ഇറങ്ങാനുള്ള സജ്ജീകരണങ്ങളുമൊക്കെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എയർ ആംബുലൻസ് അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ഗ്രൗണ്ടിലേക്ക് ഒരു ആംബുലൻസ്, ആശുപത്രിയുടേതായിട്ടൊരു ആംബുലൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ആംബുലൻസ് വഴി എയർ ആംബുലൻസിലേക്ക് ഹൃദയം എത്തിക്കും. അതിനുശേഷം ഈ ഗ്രൗണ്ടിൽ നിന്നാണ് എയർ ആംബുലൻസ് പുറപ്പെടുക. എന്തായാലും അവസാനഘട്ട ക്രമീകരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ സൂര്യഗായത്രിയാണ്. അല്പസമയത്തിനുള്ളിൽ അവിടെ നിന്നും ഈ എയർ ആംബുലൻസ് പുറപ്പെടുമെന്നാണ് നമുക്കറിയുന്നത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ആ ഹൃദയവും കൊണ്ട്, അതായത് ദുർഗയ്ക്കായുള്ള ഹൃദയവുമായി മെഡിക്കൽ കോളേജിൽ നിന്നും ആ എയർ ആംബുലൻസ് പുറപ്പെടും. ആ എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് എത്തി കൊച്ചി ജനറൽ ആശുപത്രിയിൽ ദുർഗയ്ക്ക് അത് ആ ഹൃദയം വെക്കും. അതോടെ പുതുജീവൻ ലഭിക്കുകയാണ് ദുർഗയ്ക്ക്. വിനയരാജുണ്ട് ഇങ്ങ് കൊച്ചിയിൽ. വിനയ, ഇപ്പോൾ ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ അത് ലഭിക്കും. കാരണം അവിടെ നിന്നും ഒരു 5-10 മിനിറ്റ് മതിയാകും. എയർ ആംബുലൻസ് ആകുമ്പോൾ ഒരു 5-10 മിനിറ്റ് മതിയാകും. പെട്ടെന്ന് തന്നെ ഈ ശസ്ത്രക്രിയയിലേക്കും ഒക്കെ കടക്കും. അതോടെ ഒരു ചരിത്ര നിമിഷം കൂടി പിറക്കുകയാണ്, ഒരു പുതുജീവനും കൂടി പിറക്കുകയാണ്. അതല്ലെങ്കിൽ പുതുജീവൻ ദുർഗയ്ക്ക് ലഭിക്കുകയാണ്. തീർച്ചയായും തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസ് പറന്നു വരാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ദുർഗയ്ക്കൊപ്പം തന്നെ നമ്മളുമുള്ളത്. കാരണം തന്നെ രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു ഹൃദയ മാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. 21-കാരിയായിട്ടുള്ള നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ദുർഗയ്ക്കാണ് ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. ഏകദേശം 12:30 തന്നെ ഈ എയർ ആംബുലൻസ് ഹയാത്തിലെ ഹെലിപ്പാഡിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചതെങ്കിലും പിന്നീട് ഈ ശസ്ത്രക്രിയയിലുള്ള താമസമാണിപ്പോൾ ഈ
വൈകുന്നതിന് കാരണമാകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും എയർ ആംബുലൻസ് പറന്നുയർന്നാൽ ഏകദേശം 20 മിനിറ്റ്, ആ 20 മിനിറ്റിനുള്ളിൽ തന്നെ എറണാകുളത്തുള്ള ഹയാത്തിലെ ഹെലിപാഡിൽ എത്തും. അവിടെ നിന്നും ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ 3 മിനിറ്റ് മാത്രം മതിയാകും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് വേണ്ടി. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, രാജ്യത്ത് തന്നെ ഒരു ആദ്യമായിട്ടായിരിക്കും, രാജ്യത്താണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. എറണാകുളം തന്നെ പല തവണ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ലിസി ആശുപത്രിയിലടക്കം തന്നെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ ഒരു ആശുപത്രിയുടെ പരിസരത്തടക്കം എത്തിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചരിത്ര നിമിഷമാണ്. കൂടാതെ തന്നെ കൗതുകമുള്ള ഒരു കാഴ്ച കൂടിയാണ്. ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് കൊണ്ട് തന്നെ അത് കൗതുകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് കാണുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ആശുപത്രി പരിസരത്തടക്കം തന്നെ എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷിബുവിന്റെ ഹൃദയം 47 വയസ്സാണ് ഷിബുവിനുള്ളത്. മസ്തിഷ്ക മരണത്തെ തുടർന്നാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഹൃദയം നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ദുർഗയ്ക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ ദുർഗയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാതാപിതാക്കളില്ലാതെ അനാഥാശ്രമത്തിലാണ് ദുർഗ വളർന്നിട്ടുണ്ടായിരുന്നത്. ദുർഗയ്ക്ക് ഹൃദയഭിത്തികൾക്ക് കനം കൂടുന്ന ഒരു രോഗമായിരുന്നു. ഈ രോഗം ബാധിച്ചു തന്നെയാണ് ദുർഗയുടെ അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ കേരളത്തിലും ഇന്ത്യയിലടക്കം തന്നെ നിരവധിയായിട്ടുള്ള ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നു. അത് വിജയകരമാകുന്ന ഒരു വാർത്തകളടക്കം കാണുന്നതിനെ തുടർന്നാണ് പിന്നീട് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കേരളത്തിലെത്തുമ്പോഴും ഈ പ്രധാനമായും തടസ്സമായിട്ടുണ്ടായിരുന്നത് ഈ കേന്ദ്ര നിയമം തന്നെയായിരുന്നു. ഈ കേന്ദ്ര നിയമം അനുസരിച്ചാണെങ്കിൽ ആദ്യം ഈ സ്വന്തം രാജ്യത്തുള്ളവർക്ക് പരിഗണന നൽകണം, അതിനുശേഷം മറ്റ് രാജ്യത്തുള്ളവർക്ക് പരിഗണന നൽകാം എന്നൊരു തീരുമാനമായിരുന്നു ഈ കേന്ദ്ര നിയമത്തിലുണ്ടായിരുന്നത്. അതിനെതിരെ പിന്നീട് ഹൈക്കോടതി അടക്കം സമീപിക്കുന്ന ഒരു കാഴ്ചയടക്കം തന്നെ കണ്ടതാണ്. അതിൽ പ്രധാനമായും തനിക്ക് ഈ രോഗം ബാധിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഈ സ്വന്തം രാജ്യത്തുള്ളവർക്ക് പരിഗണന എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവൻ നഷ്ടപ്പെടുത്തരുതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഈ ഹൈക്കോടതിയുടേതാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെതാണെങ്കിലും ഉത്തരവിനെ തുടർന്ന് ഈ ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസമായി തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നേപ്പാൾ സ്വദേശിയായിട്ടുള്ള 21-കാരിയായിട്ടുള്ള ദുർഗ ചികിത്സയിൽ തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ അല്ലെങ്കിൽ മറ്റൊരു ഹൃദയപൂർവ്വത്തിന് കൂടിയാണ് വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. ആ സാക്ഷ്യം വഹിക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് നിന്നും എയർ ആംബുലൻസ് പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ്, ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രം മതിയാകും എറണാകുളത്തേക്ക് എത്തുന്നതിനും. അവിടെ നിന്നും ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രം മതിയാകും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നതിനും. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ചരിത്രം കൂടിയായിരിക്കും സാക്ഷ്യം, അല്ലെങ്കിൽ പുതിയൊരു ചരിത്രത്തിന് കൂടിയായിരിക്കും എറണാകുളം ജനറൽ ആശുപത്രി സാക്ഷ്യം വഹിക്കുക എന്നതിൽ ഒരു സംശയവുമില്ല. അതുതന്നെയാണ് വിനയരാജാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇവിടെ കൊച്ചിയിൽ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാണ്. ഗതാഗതത്തിനുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഒരു ചരിത്ര നിമിഷം കൂടി രാജ്യത്തിലാദ്യമായി ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുകയാണ്. ആ കുട്ടിയുടെ, ആ നേപ്പാളുകാരി ദുർഗയുടെ ഹൃദയം അത്രത്തോളം വലിയൊരു കടുത്ത രോഗമാണത്. ഹൃദയഭിത്തിക്ക് കനം കൂടുന്ന ഒരു രോഗമാണ് അത്. ഈ ഹൈപ്പർ ഹെറിഡിറ്ററി ഡിസീസ് എന്നുള്ള അതാണ് ഹൈപ്പർ ഹെറിഡിറ്ററി മയോപ്പിയ എന്നുള്ള രോഗാവസ്ഥയാണത്. അത് ഹൃദയഭിത്തിക്ക് ഭാരം കൂടുന്ന, കനം കൂടുന്ന ഒരു രോഗമാണ്. അത് പാരമ്പര്യമായി വരുന്നതാണ്. അത് ആ പേരിൽ തന്നെയുണ്ട്. അത് പാരമ്പര്യമായി ഉള്ളതാണ്. അമ്മയ്ക്കും ആ കുട്ടിയുടെ അമ്മയ്ക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് ഇപ്പോൾ ഈ ഒരു ഡോണറെ ലഭിച്ചത്. അതായത് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നു. അവിടെ ഷിബു 47-കാരനായ ഷിബുവിൻ്റെ ഒരു അപകടത്തിൽപ്പെടുന്നു. ആകസ്മികമായി അത് മരണപ്പെടുകയാണ്. സങ്കടകരമാണെങ്കിലും ഈ അവയവദാനത്തിലൂടെ ആ ഹൃദയം വീണ്ടും ദുർഗയിലൂടെ ജീവിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൽ ചരിത്ര നേട്ടം അല്ലെങ്കിൽ ചരിത്ര നിമിഷം എന്ന് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇത് സൂചിപ്പിച്ചു, വിനയും സൂചിപ്പിച്ചു, സൂര്യഗായത്രിയും സൂചിപ്പിച്ചു. രാജ്യത്ത് ആദ്യമായി ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു ചരിത്ര നേട്ടം കൂടി ഇവിടെ പിറക്കുന്നു. കാരണം ഷിബു അവയവം ദാനം ചെയ്തു. അതിൽ ഒരു ഹൃദയം
ദാനം ചെയ്തു, 2 വൃക്കകൾ ദാനം ചെയ്തു, ഒപ്പം 2 കൊഞ്ചുക്റ്റീവ എന്ന് പറയുമ്പോൾ നേത്രപടലങ്ങൾ, 2 നേത്രപടലങ്ങൾ ദാനം ചെയ്തു, ഒപ്പം ത്വക്ക് കൂടി ദാനം ചെയ്തിട്ടുണ്ട്. ശരിയാണെങ്കിൽ കേരളത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി ത്വക്ക് ദാനം ചെയ്ത വ്യക്തി കൂടിയാണ് ഈ മരിച്ച ഷിബു എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന ആ ഒരു വിവരമെന്ന് പറയുന്നത്. അങ്ങനെ ചരിത്രം അങ്ങനെ പിറക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്നും ആ എയർ ആംബുലൻസ് കുതിച്ചുയരും. ഹൃദയവുമായി, ദുർഗയ്ക്കുള്ള ഹൃദയവുമായി 20 മിനിറ്റിനുള്ളിൽ അത് കൊച്ചിയിലെത്തി. 5 മിനിറ്റ് കൊണ്ട് റോഡ് മാർഗം ജനറൽ ആശുപത്രിയിലെത്തിയ ആ ശസ്ത്രക്രിയയിലേക്ക് കടക്കും. അങ്ങനെ ദുർഗയ്ക്ക് ഒരു പുതുജീവൻ ലഭിക്കുകയാണ് ഷിബുവിൻ്റെ ഹൃദയത്തിലൂടെ.